ഹലോ. അപ്പോൾ രാവിലെ കുളിച്ചു കേട്ടോ. കുളിച്ചപ്പോൾ വിചാരിച്ചേ വീഡിയോ എടുക്കാം. ഇത് അമൃതപ്പൊടി കേട്ടോ, മോൾക്ക് കൊടുക്കാനാണ്. അവൾ ചില ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇതങ്ങ് കുറുക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല കുറുക്ക് പോലെ ആക്കിയെടുത്ത് കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അവൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് അവളെ നോക്കി നടക്കാം കേട്ടോ. വരുന്നതേ ഇല്ല, ഭയങ്കര കളിയിലാണ്. പിന്നെ ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. അവിടെ കളിക്കുകയായിരുന്നു, ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാനിത് കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ വേണ്ടാന്നാട്ടോ പറഞ്ഞത്. എന്നാലും ഞാൻ കഴിപ്പിക്കും. അവൾ കഴിക്കും, കുറച്ച് കഴിക്കും. അതൊക്കെ കഴിച്ചാൽ പിന്നെ കുറേ നേരം അവിടെ കളിച്ചോളും. കളിച്ചോടുന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു പൂവെല്ലാം കയ്യിൽ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ ഷോ ഇറക്കുന്നതാണ്. അവൾ നോക്കുന്നേ ഇല്ല, തിരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്ന് മൂപ്പത്തിയാക്കെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് നടന്നാൽ നല്ല ഹാപ്പി ആയിരിക്കുക. നിലത്ത് വെച്ച അപ്പം കരയും. അവൾക്ക് എത്ര സമയം എടുത്തുകൊണ്ട് നടക്കുന്ന അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അവളെ കൂടെ ഇരുന്ന് കളിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിട്ട് ഇനി ബാക്കി പണിയിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക കേട്ടോ. വെളിയിൽ ഇങ്ങനെ നോക്കി അവൾ ഇരിക്കുന്നതാണ്. അവളെ പാവേനെയും അടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉച്ചത്തെ പരിപാടിയിലേക്ക് പോകണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഉച്ചയ്ക്ക് വല്ലതും തിന്നണ്ടേ. ഇപ്പോൾ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ ഇരുന്ന് മൂങ്ങുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഉള്ളിച്ചേട്ടൻ കരയിപ്പിച്ചതാണ്. ഉണ്ടോ, ഉള്ളി അരിഞ്ഞാൽ കരയാത്തവരുണ്ടോ അല്ലേ. ഉള്ളി അരിഞ്ഞിട്ട് കരഞ്ഞതാണ്. പിന്നെ ഞാനിതാ മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അതിന് ടൗണിൽ പോവാട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അതിനാണ് ഇങ്ങനെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഓ, ക്യാമറ ഉണ്ട്. പിന്നെ അമ്മയും മോളും പറയണ്ട. അപ്പം ഞാൻ പോയിട്ട് പിന്നെ ടോക്കൺ എടുത്തോട്ടോ. ടോക്കൺ എടുത്തിട്ട് അവിടെ ഇരുന്നു. ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തു. മൂപ്പത്തിയാൾ ഇതവിടെ കറക്റ്റ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. എന്തിനാ വന്നതെന്നൊന്നും അറിയില്ല. ഇപ്പം അറിയില്ല എന്തിനാന്നൊന്നും അറിയാണ്ട് അവിടെ നല്ല ഇരിക്കുന്നുണ്ട്. അപ്പം 43ാമത്തെ ടോക്കണാട്ടോ ഞാൻ കിട്ടി. അത്ര ആളൊന്നും അവിടെ ഇല്ല കേട്ടോ. ആകെ 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച സമയമായതുകൊണ്ട് ആൾ കുറവായിരുന്നു കേട്ടോ. ക്യാമറ കണ്ടാൽ പിന്നെ അവൾ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. പിന്നെ പറയുന്നുണ്ട് ഷോ ഇറക്കട്. പിന്നെ വണ്ടിയൊക്കെ പോകുന്ന നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അതിലിങ്ങനെ കാറും ബസ്സെല്ലാം പോകുന്ന നോക്കിയിട്ട് മിണ്ടാതെ ഇരുന്നു.